ശ്രീമതി സൂര്യ എത്തിയത്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വ്യക്തിത്വമാണ്. ഒരു വലിയൊരു ബഹുമുഖ പ്രതിഭയാണ്. കഴിഞ്ഞ നമ്മളെ കണ്ടല്ലേ, കഴിഞ്ഞ സ്കൂളിലെ അവിടെ സംസാരം നമ്മളെ കേട്ടതാണ്. അപ്പം അവരെ തന്നെ ഈ നമ്മുടെ ആഴ്ചക്കൂട്ട പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ ഹസ്ബൻഡ് വിശാലുണ്ട്, പിന്നെ മൂളുണ്ട്, അവരെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് പ്രത്യേകം നമ്മുടെ ചെയർമാൻ പന്തിൽ സഖാവ് മാഡം സൂര്യാനന്ദ കേട്ടപ്പോൾ അദ്ദേഹം വന്നു. അപ്പം അദ്ദേഹത്തിന് പ്രത്യേകം സ്വാഗതം പറയുന്നു. അദ്ദേഹം ഒരുപാട് കേട്ട ഒരുപാട് ലോക കവിതാ ദിനമാണ്. കവിതയാണ് നമ്മളെ നയിച്ചത് മലയാളികളെ. മലയാളിയുടെ മനസ്സിൽ കവിതയില്ലാത്ത മലയാളി ഇല്ലാന്ന്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചത്, വളർന്നത്. നമ്മുടെ രാമായണം എന്ന് പറയുന്ന മഹാകാവ്യമുണ്ട്. ആ കാവ്യത്തിന് പ്രത്യേക രീതി മലയാളികളാണ് ഉണ്ടാക്കിയത്. കാരണം എഴുത്തച്ഛൻ രാമായണം എഴുതിയപ്പോൾ രാമനെ കുറിച്ച് പറഞ്ഞു, രാമൻ അവതാര പുരുഷനാണ്. അവതാര പുരുഷനാണെന്നത് ശരിയാണ്. പക്ഷെ രാമായണം എഴുതിയ വാൽമീകി അത് പറഞ്ഞിട്ടില്ല. എഴുത്തച്ഛനൊക്കെ പറയുന്നു. അപ്പം മലയാളികൾക്ക് നമ്മളറിയാത്ത പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്ന കവികളാണ്. അത് എഴുത്തച്ഛനുണ്ട്, ഓങ്കാരുണ്ട്, മേൽപ്പത്തൂരുണ്ട്, അങ്ങനെ കവികളെല്ലാം. പിന്നെ ആശാൻ മുതൽ നമ്മുടെ നാട്ടിലുള്ള കവികളെല്ലാം. ഇപ്പോഴാണെങ്കിലും നമ്മൾ ചെറുപ്പക്കാരികൾ ഒരുപാട് കവിത എഴുതുന്നത്. പിന്നെ ചിലർ കവിത എഴുതി വാടാ പോടാന്നൊക്കെ കവിത എഴുതുന്നു. ആ മാതിരി കവിതകളുണ്ട്. കാരണം നല്ല കവിതകൾ, നല്ല കാവ്യ ഭംഗിയുള്ള കവിതകൾ. പിന്നെ കവിതയ്ക്ക് പ്രാസം വേണോ വൃത്തം വേണോ എന്നുള്ളത് തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിന് ആശാൻ പോലും പറഞ്ഞ് വൃത്തവും പ്രാസവും ഇല്ലെങ്കിലും ആശയം മതിയത്. ആശാൻ എഴുതിയ ഒരു കവിതയിനകത്തും വൃത്തവും പ്രാസവും ഇല്ലാതെ കവിത എഴുതിയിട്ടില്ല ഹരികുമാരൻ ആശാൻ. അപ്പം അങ്ങനെ കവിത എങ്ങനെയും ആവാന്ന് ലോകത്തിലാകമാനം വലിയ വലിയ കവികളൊക്കെ പറഞ്ഞതാണ്. ഞാൻ കവിത എഴുതിയ ഈ ബാലഗോപാലജി പറഞ്ഞ മാതിരിയില്ല. ഞാൻ ആദ്യം ഒരുപാട് കവിത എഴുതി, പക്ഷെ ആരും പ്രസിദ്ധീകരിക്കില്ല. സ്ഥിരമായിട്ട് എഴുതി അയച്ചു കൊടുക്കും, തിരിച്ച് വരില്ല, ചവച്ചോട്ടേ പോകും. അപ്പോൾ അവസാനം എന്നോട് എല്ലാവരും പറഞ്ഞ ഒരു വഴിയുണ്ട്, കവിത വരേണ്ട ഒരു മാർഗമുണ്ട്. എന്താ, ഒരു പെണ്ണിൻ്റെ പേരിൽ കവിത എഴുതിയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചൊരു പെണ്ണ്, ആ പെണ്ണിൻ്റെ പേര് പ്രമീളാണ്. അങ്ങനെ പ്രമീള എന്ന് തീരുമാനിക്കും. കാരണം പന്നിയൻ രവീന്ദ്രൻ PRA വരുമല്ലോ, അങ്ങനെ ആ പ്രമീളയായിരുന്നു. കവിത അയച്ചതിൻ്റെ അടുത്ത ആഴ്ച തന്നെ മാതൃഭൂമിക്കാർ പ്രസിദ്ധീകരിച്ചു. ബാലമൂർത്തിയിൽ പ്രസിദ്ധീകരിച്ച് ഈ കവിത വന്നപ്പോൾ എനിക്കൊരു സന്തോഷമായിരിക്കും. മാതൃഭൂമിയിൽ ആ കവിത വരുന്നുണ്ട്. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യരംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മാതൃഭൂമിയായിരുന്നു. ആ മാതൃഭൂമിക്ക് നല്ല സർക്കുലേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കവിത എടുത്ത് തോളിൽ വെച്ച് നാട്ടുകാരെ കാണിക്കണമല്ലോ. ഇത് വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, ഞാനൊരു കവിയാന്ന് കാണിക്കണമല്ലോ. ഞാനവിടുത്തെ ബീഡി കമ്പനിയിൽ ആദ്യം പോയി. അവിടെ പത്രം വായിക്കുന്ന രാഘവണ്ണുണ്ട്. രാഘവണ്ണോട് ഞാൻ പറഞ്ഞു, രാഘവട്ട കവിത. അപ്പം ഈ കവിത രാഘവണ്ണ നോക്കിയിട്ട് പറഞ്ഞാൽ പോടാ, ഒരു പെണ്ണിൻ്റെ കവിത എടുത്ത് നടക്കുന്നത് നീ എഴുതിയെന്ന് പറഞ്ഞാൽ ഇത് പെണ്ണിൻ്റെ പേരല്ലേ കവിത. ആ കവിത എൻ്റേതല്ലാതായി. അതിന് 25 രൂപ മാതൃഭൂമിക്കാർ തന്ന് ഇത് മണിയോട് അത് പിടിക്കാനും കഴിഞ്ഞില്ല, അതും പോയി. അപ്പോൾ ആദ്യത്തെ കവിതയെ പ്രസിദ്ധീകരിച്ച കവിതയും അതിൻ്റെ പ്രതിഫലമെല്ലാം നഷ്ടപ്പെട്ട ഒരു നിർഭാഗ്യവാനാണ് ഞാൻ. അപ്പം ഇപ്പം ഈ ഇവിടെ സൂര്യൻ്റെ കവിത ഇവിടെ വരുമ്പോൾ, അപ്പോൾ സൂര്യക്ക് ഒരുപാട് ആധുനിക കവിതയെക്കുറിച്ചോ അതുപോലെ കാവ്യരംഗത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. അത് കേൾക്കാമെന്ന് തന്നെ ഞാൻ വന്നത്. അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിച്ചുകൊണ്ട്, ഹൃദയമില്ലാത്തവനെ കവിതയില്ലല്ലോ അല്ലേ? ഹൃദയമില്ലെങ്കിൽ പിന്നീടുന്ന കവിത അത് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ സൂര്യ ഇവിടെ ഉണ്ടല്ലോ, സൂര്യ അത് അവതരിപ്പിക്കും. അവളൊരു പാട്ടുകാരിയാണ്. പിന്നെ
നല്ലോണം പഠിപ്പിക്കാൻ പറ്റിയ സംസാരിക്കും, അധ്യാപികയാണ്, സംസാരിക്കുക. ഈ കാലത്ത് അതൊക്കെ അല്ലേ വേണ്ടത്. എല്ലാം കൂടി അവരുടെ കവിതയുടെ മകളായത് ഭർത്താവ് വിശാഖാണത്. എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇവിടെ സ്വാഗതം നേരത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. എന്നാൽ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ബാലഗോപാലൻ സാർ, പന്നിയനങ്ങൾ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ സൂര്യ. ഇന്ന് ലോക കവിതാ ദിനമാണല്ലോ. ഏറ്റവും നന്നായി നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന, നമുക്ക് കവിതയെ കുറിച്ച് ചിന്തിക്കാം. ഒരു കവിത എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട്, കവിതകളെ കുറിച്ച് കൂടുതലായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. എന്നെക്കാൾ നന്നായി കവിതകൾ പഠിച്ചവരും വിശകലനം ചെയ്തിട്ടുള്ളവരും എല്ലാം എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. എല്ലാ ഗുരുനാഥന്മാരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് എനിക്കറിയുന്ന പരിമിതമായ ഒരു അറിവില്, അതായത് ഞാൻ ആസ്വദിച്ചിട്ടുള്ള കവിതകൾ, മാമ്പഴത്തിൽ ചൂണ്ടിയിട്ടുള്ള കവിതകൾ, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇന്ന് എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പീപ്പളിക്കൽ ഫൗണ്ടേഷന്റെ എല്ലാമായ ബാലഗോപാലൻ സാറിനും, പിന്നെ ഞാൻ നാട്ടിലെത്തിയ സമയം മുതൽക്ക് എല്ലാ സാമൂഹ്യ പരിപാടികളിലും എത്തിച്ചേരുവാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന ശ്രീ പന്നിയനും ഡോക്ടർ വിജയൻ, അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഒരു കവിതയുടെ പിന്നിൽ മനുഷ്യഹൃദയം. ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കവിത ജനിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു കവിത ജനിക്കുന്നത് ഒരു പക്ഷെ ഒരു കവിക്കൊരു അനുഭവം ഉണ്ടാകും. ആ അനുഭവം കവിയുടെ മനസ്സിലേക്ക് ഒരു വികാരമായി രൂപപ്പെടുന്നു. ആ വികാരത്തെ അദ്ദേഹം കലാപരമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യന്റെ അനുഭവത്തെ ഇതിലും നന്നായി എഴുതാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു സാഹിത്യവും ഇല്ല എന്ന് തന്നെ പറയാം. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇപ്പൊ പെട്ടെന്ന് ഓടിയെത്തുന്നത് അങ്കിള് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ചില അനുഭവങ്ങളാണ്. ഏതൊരു മലയാളിയും കേട്ടിട്ടുള്ള ഒരു കവിതയാണ് ഭൂതപ്പാട്ട്, അല്ലേ? അത് കേട്ടിട്ടില്ലാത്ത മലയാളികളില്ല. തുടികൊട്ടും കലർന്നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ. അതെ, ഈ ഒരു കവിത കേട്ടിട്ടില്ലാത്ത മലയാളി ഇല്ല എന്ന് തന്നെ പറയാം. ഈ ഒരു കവിത എങ്ങനെയാണ് രൂപപ്പെട്ടത്? ഈ ഒരു കവിത ഇടശ്ശേരി എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന എന്തൊക്കെയാണ്? അതിന് പിന്നിലൊരു കഥയുണ്ട്. ഒരിക്കൽ ഇടശ്ശേരിയെ കോഴിക്കോട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി സംഘാടകത്തെ വിളിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ദിവസം, ആ ഒരു ഡേറ്റ് സ്ലിപ്പായി പോയി. അദ്ദേഹം ആ ദിവസത്തെ കുറിച്ച് മറന്നുപോയി. പിന്നീട് അദ്ദേഹം ഓർമ്മിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ദിവസം മുമ്പാണ്. പക്ഷെ അന്ന് സംഘാടകരെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പുതിയ കവിതയില്ല, കുറച്ച് നീളമുള്ളൊരു കവിത വേണം എന്നവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കോഴിക്കോടേക്ക് തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ട്രെയിൻ കാത്തു നിൽക്കുന്ന സമയത്ത് എന്താ എഴുതുക എന്ന മനസ്സിൽ ഇങ്ങനെ ഒരു തിരമാല വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാറക്കെട്ട് കാണുകയും അതിൽ അദ്ദേഹം അവിടെ ഇരിക്കുകയും ചെയ്യുന്നു. സന്ധ്യാസമയമാണ്. തുടികുത്തുന്ന ശബ്ദം ആർത്ത് ഒരു തിരമാല പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എത്തുകയും അങ്ങനെയാണ് ഈ ഒരു കഥ, ഈ ഒരു കവിതയായി രൂപപ്പെട്ട് നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാനാകുന്ന ഒരു സദ്യയായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു തുടികുത്തുന്ന ശബ്ദം കേൾക്കുമ്പോൾ പലതിനെ കുറിച്ചും എഴുതാമായിരുന്നു, അല്ലെ? ഭൂതത്തെ കുറിച്ച് എഴുതാം, ആ ഒരു നാടിനെ കുറിച്ച് എഴുതാം, സംസ്കാരത്തെ കുറിച്ച് എഴുതാം. എങ്ങനെയാണ് അതൊരു മാതൃസ്നേഹത്തിലേക്ക്, ആ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്? അതിന് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തിലേക്ക് പോകണം. അദ്ദേഹത്തിന്റെ അമ്മയുമായി അദ്ദേഹത്തിന് ഒരു ആത്മബന്ധമുണ്ട്. രാമായണത്തെ കുറിച്ച്, രാമായണ ശീലുകൾ, ആ ശ്ലോകങ്ങൾ, ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് തന്റെ സാഹിത്യ ബോധത്തില് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ആ ഒരു അമ്മയുടെ സ്നേഹം അതുകൂടി ആകുമ്പോഴാണ് ആ ഭൂതപ്പാട്ട് പൂർണ്ണമാകുന്നത്. ഈ ഒരു ഭൂതപ്പാട്ടിന്റെ കഥയെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും, എങ്കിലും ഈ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാനതൊന്ന് പറയാം. ഭൂതപ്പാട്ടിന്റെ കഥ എന്താണെന്ന് അറിയുമോ? അത് ഇപ്പൊ അപൂർവമായിട്ട് കേൾക്കുമ്പോൾ അവൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടാവും. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു കാലഘട്ടത്തില് ഈ കഥയ്ക്ക് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. കുന്നിച്ചിരിവിലെ വീട്, അല്ലെ? നമ്മളത് പഠിച്ചിട്ടുള്ള കവിതയാണത്. കുന്നിച്ചിരിവിലെ വീട്, അവിടെ ഒരു ഉണ്ണി പിറക്കുന്നു, ആ ഉണ്ണിയുടെ കൈ വളരുന്നു, കാല് വളരുന്നു എന്ന് നോക്കി മങ്ങിയിൽ കാത്തിരിക്കുന്നു. ഈ കവിത അതിനകത്ത് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. കാച്ചിയൊഴിച്ചൊട്ടി വലിച്ചിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാവ് കൊടുക്കുന്നു നന്ദിയിലേ. ഇത് നമ്മളെല്ലാം ചോദിപ്പിച്ചിട്ടുള്ള കവിതയാണ്. ഇതിനെ കുറിച്ച് ഇന്ന് രാവിലെ ഞാൻ വിശാഖനോട് വെറുതെ ചോദിക്കുകയുണ്ടായി, ഈ വരികൾ ഓർമ്മയുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പഠിച്ചിട്ടില്ല എന്നാണ്. പക്ഷെ
ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇത് ഓർമ്മയില്ലെങ്കിലും ഏതൊരു മലയാളിയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന മറ്റു ചില വരികളുണ്ട്. അറിയാമോ? താഴെ വെച്ചാൽ ഉൾവരിച്ചാലോ തലയിൽ വെച്ചാൽ പേരടിച്ചാലോ. ഇത് പറയാത്ത അമ്മ മകനോട് അല്ലെങ്കിൽ ഇപ്പോഴും കാമുകിയോട് പറയുന്ന വരികളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് എന്തോ നമ്മൾ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു കവിതയുടെ വിജയമല്ലേ? ഈ കവിതയിൽ തുടിക്കുന്നത് ഇടശ്ശേരിയുടെ മനുഷ്യ ഹൃദയമല്ലേ? ഈ കവിതയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ണി വളരുകയാണ്. കുന്നിന്റെ മേലിൽ കൂടെ ഉണ്ണി സ്കൂളിലേക്ക് പോവുകയാണ്, എഴുത്താണി എഴുത്തുകളെ വെച്ചുകൊണ്ട്. പോകുന്ന സമയത്ത് മലമുകളിൽ ആരാ ഉള്ളത്? ഭൂതം. അപ്പൊ ഈ ഭൂതം കുഞ്ഞിനെ കാണുന്നു. ഇത്ര ഓമനത്തോടെ തുടിച്ചു നിൽക്കുന്ന കുഞ്ഞിനെ കാണുമ്പോൾ ഭൂതത്തിന് അതിനോട് ഒരു വാത്സല്യം തോന്നുന്നു. ആ കുഞ്ഞിനെ എടുക്കണം, എനിക്ക് വേണമെന്ന് ഭൂതത്തിന് തോന്നുന്നു. അവൻ ആവശ്യപ്പെടുന്നു കുഞ്ഞിനോട്, ആ എഴുത്താണി താഴെ ഇടൂ. ആദ്യം ഒന്ന് പറഞ്ഞു, കേട്ടില്ല. രണ്ടാമത് പറഞ്ഞു, അതോടുകൂടി എഴുത്താണി അവൻ താഴെ ഇട്ടു. ഇരുമ്പല്ലേ, അത് ഓരോടുകൂടി ഭൂതത്തിനാണ് പിടിക്കാറുള്ളത്. അപ്പൊ ആ കുഞ്ഞിനെ പിടിച്ച് ഭൂതം തന്റെ വാസസ്ഥലത്തേക്ക് എത്തുന്നു. അമ്മ കുഞ്ഞിനെ തപ്പി നടക്കുകയാണ്. അപ്പൊ അമ്മയ്ക്ക് കുഞ്ഞിനെ കാണാൻ കിട്ടുന്നില്ല. ഒടുവിൽ അമ്മ കണ്ടെത്തി ഭൂതത്തിന്റെ അടുത്ത് കുഞ്ഞിനെ. പിന്നീട് നടക്കുന്നത് ആ അമ്മയും ഭൂതവും തമ്മിലുള്ള സംഭാഷണമാണ്. പേടിപ്പിച്ചോടിക്കാൻ നോക്കി ഭൂതം, പേടിക്കാതങ്ങനെ നിന്നാളമ്മ. അമ്മയുടെ സ്നേഹത്തിനെ ഇതിലും മനോഹരമായി വർണ്ണിക്കാൻ ഇടശ്ശേരിക്ക് സാധിച്ചത്, ഇത്രയും മനോഹരമായി വർണ്ണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിന്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെ? കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അമ്മയുടെ സ്നേഹമാണ് ഈ വരികളിൽ തിളങ്ങി നിൽക്കുന്നത്. കാറ്റിൻ ചുഴലിയായി ചെന്നു ഭൂതം, കുറ്റി കണക്കുന്നു നിന്നാളമ്മ. കാറ്റായി വരുമ്പോൾ കുറ്റി കണക്കി നിൽക്കുകയാണ് അമ്മ. കാട്ടുതീയായിട്ടു ചെന്നു ഭൂതം, കണ്ണീരാലൊക്കെ കെടുത്താളമ്മ. കാട്ടുതീയായി വരുമ്പോൾ അമ്മയുടെ കണ്ണീര് മതി അത് കെടുത്തിക്കളയാൻ. ഇതാണ് അമ്മയുടെ സ്നേഹം. നരിയായും പുലിയായും ചെന്നു ഭൂതം, തരികിന്റെ കുഞ്ഞിനെ എന്നാളമ്മ. ഇതാണ് കവി പറയുന്നത്. അപ്പൊ ഇതിനുശേഷം എന്താ സംഭവിച്ചത്? ഭൂതം വിട്ടുകൊടുത്തോ? ഇല്ല. ഇതിനുശേഷം ഭൂതം മറ്റൊരാളെ ഇറക്കി. ശരി, ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ വേണ്ട, പൊന്നും പണവും ഞാൻ നൽകാം നിനക്കായിട്ട്. അപ്പൊ അമ്മ പറയാണ്, എനിക്ക് പൊന്നും പണവും വേണ്ട. രണ്ട് കണ്ണുകളും ചൂടുന്ന ഭൂതത്തിന് കൊടുത്തിട്ട് അമ്മ പറയുകയാണ്, ഇതിലും വലുതാണ് എനിക്ക് എന്റെ കുഞ്ഞ്, എനിക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തന്നേക്കും. ഇതാണ് അമ്മ പറയുന്നത്. അപ്പൊ ഭൂതം എന്നിട്ട് തോറ്റു കൊടുത്തില്ല. ഭൂതം അവിടെ കണ്ടൊരു കമ്പും ഒക്കെ എടുത്തിട്ട് മന്ത്രത്താലും മായയാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ ഒരു വീഡിയോ വരികയുണ്ടായിട്ടോ. നിങ്ങൾ പലരും കണ്ടു കാണും. 6 മാസം മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുഞ്ഞ് ഡാൻസ് കളിക്കുകയാണ്. എന്നിട്ട് അതിന്റെ താഴെ വാട്സാപ്പിലല്ല, ഫേസ്ബുക്കിലാണ്, കാരണം അതിലാണല്ലോ കമന്റ്സ് ഒക്കെ വരുന്നത്. അപ്പൊ അതിൽ പലരും ചിന്തിക്കുകയാണ്, ശരിക്കുള്ളതാണോ അതോ ആണോ? ഈ സംശയിക്കുന്ന തലത്തിലേക്ക് നമ്മൾ മാറിപ്പോകും. കാരണം നമുക്ക് തന്നെ അറിയില്ല. കാരണം ആ ഒരു കുഞ്ഞിനെ അത്ര മനോഹരമായിട്ട് ഭാവത്തോടു കൂടി കാണിക്കുമ്പോൾ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുന്ന കമന്റ്സ് ഇടുന്നവരും ഉണ്ട്. 6 മാസം ഒരു കുഞ്ഞ്, അത് വളരെ കുഞ്ഞായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പൊ അതിനകത്ത് മായ ഏതാണ്, യാഥാർത്ഥ്യം ഏതാണ് തിരിച്ചറിയാത്ത തലത്തിലേക്ക് ഇന്ന് സാങ്കേതിക വിദ്യകൾ വളർന്നിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് തെറ്റില്ല. അമ്മയ്ക്ക് മായ കൊണ്ടുള്ള ഒരു ഉണ്ണി ഉണ്ടാക്കി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ കണ്ണുകളില്ലെങ്കിൽ പോലും ഒന്നേ തൊട്ടുള്ളൂ. തൊട്ട് നോക്കിയപ്പോ അമ്മയ്ക്ക് മനസ്സിലായി, ഇത് എന്റെ ഉണ്ണിയല്ല. ശപിക്കാനായി കൈകൾ ഉയർത്തിയ അമ്മ. പക്ഷെ അപ്പൊ ഭൂതം തോറ്റുപോയി, പേടിച്ചുപോയി. ഭൂതം പറഞ്ഞു, അയ്യോ എന്നെ ശപിക്കരുതേ, ഉണ്ണിയെ ഞാൻ തിരിച്ചു തന്നേക്കാം. പക്ഷെ എനിക്ക് എല്ലാ വർഷത്തിലൊരിക്കൽ വന്ന് ഉണ്ണിയെ കാണാനുള്ള അനുവാദം നൽകണം. മനഃപൂർവ്വമാണെന്ന് അറിയില്ല, അതോ അമ്മ മറന്നുപോയതാണോ? അതായത് ഏത് വീടാണെന്നുള്ളത് പറഞ്ഞു കൊടുത്തില്ല. ഒരുപക്ഷെ ഭൂതം ഇനിയും വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പേടി കൊണ്ടായിരിക്കാം. എന്തായാലും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ ഭൂതം എല്ലാ വർഷവും വരുന്നു, എവിടെയാണ് ഉണ്ണി എന്ന് തപ്പി നടക്കുന്നു. ഇതാണ് ആ ഒരു ഭൂതപ്പാട്ട് എന്ന കവിതയുടെ പ്രമേയം. പക്ഷെ എങ്കിൽ കൂടി ഈ കഥകളാണ് ഈ കവിതയായി നിലനിൽക്കുന്നതെങ്കിലും ഇതിൽ മുഴുവൻ തിളങ്ങി നിൽക്കുന്നത് ആ അമ്മയുടെ മാതൃസ്നേഹവും അതുപോലെ ഈ കവിയുടെ ഹൃദയവുമാണ്. മാതൃസ്നേഹത്തെ കുറിച്ച് ഇതിലും നന്നായി എങ്ങനെയാണ് വർണ്ണിക്കാൻ സാധിക്കുക? മറ്റൊരു കവിതയുണ്ട്, ഒ.എ.ടിയുടെ അമ്മ എന്ന കവിത. അതും നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കവിതയാണ്. 9 പേരവർ കൽപ്പണിക്കാർ, ഓരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. ഈ കവിതകളില് ആ തുടക്കത്തിൽ തന്നെ പറയുന്നത് ആ അമ്മയുടെ ആ ഒരു കരുത്താണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും 9 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നത്. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അത് ആ അമ്മയാണ് അവിടെ ആ ഇത്രയും പേരെ, ആ 18 കൈകളെ അല്ലെങ്കിൽ അത്രയും പേരെ ചേർത്ത് നിൽക്കുന്ന ശക്തി എന്ന് പറയുന്നത് ആ അമ്മ തന്നെയാണ്. കരുത്തുറ്റ കരങ്ങളോടെ അവര് ധാരാളം മതിലുകൾ കെട്ടിപ്പടുത്തുയർത്തി. പക്ഷെ ഒരിക്കലും പറ്റി ഒരു കോട്ടയുടെ മുന്നിലുള്ള ഒരു ഗോപുരം നിർമ്മിക്കുന്ന സമയത്ത് എന്തുകൊണ്ടോ അതിന് ചേരുന്നില്ല. അവർ കൈകൾ മാറ്റി നോക്കി, ചായം മാറ്റി, ചാന്ത് മാറ്റി, കല്ല് മാറ്റി, ചേരുന്നില്ല.
തീർച്ചയായും ഇന്നത്തെ പോലെ അഭിപ്രായം പറയാൻ ധാരാളം ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പൊ അന്നും ഉണ്ടായിരുന്നു പ്രശ്നം വെച്ച് നോക്കുന്ന ചിലര്. അപ്പൊ അതിൽ ആരും ഒരാൾ പറഞ്ഞു 9 വധുക്കളിലെ വീട്ടില് അതിലൊരാളെ ചേർത്ത് വെച്ച് കെട്ടുകയാണെങ്കിൽ ഈ മതിൽ ഉയർന്നു പോകും. ഇടുത്തി വീണതുപോലെയായി ഇവർക്ക്. അധികാരമുള്ളവരെ അത് ഏറ്റുചൊല്ലി എന്നാണ് കവി പിന്നെ അടുത്ത സെൻസിൽ പറയുന്നത്. ഒരാളൊരു കാര്യം പറഞ്ഞു, അധികാരവും പണവും ഉള്ളവരെ അത് ഏറ്റുചൊല്ലുമ്പോൾ പിന്നെ അത് സത്യമായി മാറും. അതോടുകൂടി ശരി അങ്ങനെയാകട്ടെ എന്നായി. പിന്നെ അടുത്തത് ആരാണ് ഈ 9 പേരിൽ ആരെ വെച്ച് ചേർത്ത് കെട്ടുന്ന ഈ മതില്? മൂത്തയാള് പറഞ്ഞു പുതിയൊരു ഐഡിയ ആണ്. ഇന്ന് ഉച്ചയ്ക്ക് അവർക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഉച്ചക്കഞ്ഞി കൊണ്ടുകൊടുക്കാൻ വരുന്നത് ഈ 9 ഭാര്യമാരിൽ ആരെങ്കിലും ഒരാളായിരിക്കും. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ആരാണോ വരുന്നത്, ആരുടെ ഊഴമാണോ ഇന്ന്, അവളെ വെച്ച് നമുക്ക് ഈ മതിൽ പണിഞ്ഞു നിർത്താം. പേടിയായി എല്ലാവർക്കും. എല്ലാവരുടെയും ഉള്ളിലാകെ തീയാണ്. എന്റെ ഭാര്യയായിരിക്കും വരുന്നത്. കാത്തിരുന്നു. ഉച്ചകഞ്ഞി കഴിക്കുന്ന സമയമായി. വന്നത് മൂത്തയാളെ വേലി കഴിച്ച ഭാര്യയാണ്. അവളുടെ കയ്യിൽ ഒരു പിഞ്ചു ഓമനയുണ്ട്, മറ്റേ കയ്യിലെ പാത്രവും. അവള് വന്നു പതിവ് പോലെ 9 പേർക്കും വിളമ്പി കൊടുത്തു. തന്റെ പ്രിയതമനോടും തന്റെ കുഞ്ഞിനോടും ഒപ്പം ഇരുന്ന് ആ കഞ്ഞി പിടിക്കുമ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു ഇനി കുറച്ച് സമയമേ അവൾക്ക് ബാക്കിയുള്ളതെന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് അവളുടെ ഒരു അന്ത്യാഭിലാഷമാണ്. കെട്ടിക്കോളൂ, എന്നെ ചേർത്ത് വെച്ച് തന്നെ നിങ്ങൾ കെട്ടിക്കോളൂ. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കെട്ടിമറക്കല്ലേ പാതി നെഞ്ചും, കെട്ടിമറക്കല്ലേ എന്റെ കയ്യും. കെട്ടിമറക്കല്ലേ പാതി നെഞ്ചും, കെട്ടിമറക്കല്ലേ എന്റെ കയ്യും. കാരണം കുഞ്ഞാണ്. എന്റെ കുഞ്ഞിനെ കേടുമ്പോൾ എന്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ. ഈ കയ്യാൽ കുഞ്ഞിനെ ഏറ്റുവാങ്ങാൻ ഈ മുലയും ഞാൻ അനുവദിക്കൂ. ഇതിൽ ഞാനിനി വാക്കുകൾ കൊണ്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതാണ് കവിയുടെ ഒരു കവിതയുടെ വലിയ മനുഷ്യ ഹൃദയം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു വിങ്ങൽ ഉണ്ടാകുന്നുവെങ്കിൽ ഇതിൽ കവിതയുടെ ആ കവിയുടെ ആത്മാവ് തുടിക്കുന്നത് കൊണ്ട് തന്നെയാണ്.